ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പൊതു ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ സുജ ജെയിംസ്, കുവൈറ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ പേജുകളിൽ എത്തുവാൻ താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം: കൂടുവിട്ടലയുന്ന പക്ഷിയെപ്പോലെ അർണോന്റെ കടവുകളിൽ ഇരിക്കുന്നത് ആരാണ്? ഉത്തരം: മോബാബിന്റെ പുത്രിമാർ. യെശയ്യാവിന്റെ പ്രവചനം 16-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: ഞാൻ മനുഷ്യനല്ല ദൈവമത്രേ എന്ന വചനം രേഖപ്പെടുത്തിയത് ആരാണ്? ഉത്തരം: ഹോശേയ. ഹോശേയുടെ പ്രവചനം 11-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: അതിക്രമക്കാർ ഇടറി വീഴുന്നത് എവിടെയാണ്? ഉത്തരം: യഹോവയുടെ വഴികളിൽ. ഹോശേയുടെ പ്രവചനം 14-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: ഞാൻ സമ്പന്നനായി തീർന്നു, എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: എഫ്രയീം. ഹോശേയുടെ പ്രവചനം 12-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം: മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നത് ആരെല്ലാമാണ്? ഉത്തരം: ശാസ്ത്രിമാരും പരീശന്മാരും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: പരിച്ഛേദനയുടെ അപ്പോസ്തോലൻ ആരാണ്? ഉത്തരം: പത്രോസ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: കർത്താവിൽ പൗലോസിന് പ്രിയനായിരുന്നവൻ ആരാണ്? ഉത്തരം: അംബ്ലിയാത്തോസ്. റോമാലേഖനം 16-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം: അത്യുത്സാഹി എന്ന് വിശേഷിക്കപ്പെട്ടവൻ ആരാണ്? ഉത്തരം: തീത്തോസ്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു പറഞ്ഞ വാക്ക് ഓർമ്മിപ്പിച്ചത് ആരാണ്? ഉത്തരം: പൗലോസ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 35-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ദാര്യാവേശിന്റെ പിതാവ് ആരാണ്? ഉത്തരം: അഹശ്വേരോശ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു, അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു എന്ന് പ്രവചിച്ചത് ആരാണ്? ഉത്തരം: യിരെമ്യാവ്. യിരെമ്യാവിൻ്റെ പ്രവചനം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: കിണറ്റിൽ ഒളിച്ചവർ ആരെല്ലാമാണ്? ഉത്തരം: അഹീമാസും യോനാഥാനും. 2 ശമൂവേൽ 17-ാം അധ്യായം 18-20 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നവർ ആരാണ്? ഉത്തരം:
ഇസ്രായേലിൻ്റെ പ്രവാചകന്മാർ. യെഹെസ്കേലിൻ്റെ പ്രവചനം 13-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, ഭോഷന്മാരെ പരിഹസിക്കുന്ന യാഗം ഏതാണ്? ഉത്തരം അകൃത്യയാഗം. സദൃശവാക്യം 14-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു കബ് എന്നത് എത്ര ലിറ്ററാണ്? ഉത്തരം 1 ലിറ്റർ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക.